ഒരു 90 കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരാൾ 70 കിലോന് ആക്കി, അതായത് ഫാറ്റ് ലോസ് ചെയ്തു. അതേപോലെ ഒരു 100 കിലോനുള്ള ഒരാൾ 70 കിലോ ആക്കണേ. അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബോഡി ട്രാൻസ്ഫോർമേഷനും ഇതൊക്കെ 3 മാസം കൊണ്ടൊക്കെ നടത്തുന്ന കുറേ വീഡിയോസ് കാണാം. ഈ ഒരു 3 മാസം ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന കൂടുതൽ ആൾക്കാർക്കും ഏറെക്കുറെ ആ ഒരു കാലയളവിൽ അവരുടെ ഫാറ്റ് കുറക്കാനുള്ളവളും ഉണ്ടാവുക. പക്ഷേ ഇത് കണ്ടിട്ട് ഒരുപാട് ഫാറ്റുള്ള ഒരാൾ ഇങ്ങനെ കരുതുകയാണ് എനിക്ക് 3 മാസം കൊണ്ട് ഇങ്ങനെ തടി കുറക്കാം, ഇതേപോലൊരു ബോഡി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ഹെൽത്തി ആയ രീതിയിൽ പോസിബിൾ ആവണമെന്നില്ല. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു 100 കിലോനും 90 കിലോ ഉള്ള ആളും തമ്മിൽ ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. രണ്ടാളെയും കൂടി 70 കിലോനിക്ക് എത്തിക്കുകയാണെങ്കിൽ ആ 100 കിലോ ഉള്ള ആൾക്ക് 10 കിലോനും കൂടി കൂടുതൽ കുറക്കണം. അപ്പോൾ അതിൻ്റെതായ ഒരു സമയം കൂടി എടുക്കും. ഒരിക്കലും മറ്റൊരാളെ ബോഡി ട്രാൻസ്ഫോം ചെയ്ത ഈ ഒരു കാലയളവിൽ നമ്മൾ നടന്നോളണമെന്നില്ല. നമുക്കിവിടെ ചെയ്യാൻ പറ്റിയൊരു നല്ല വേ എന്താണെന്ന് വെച്ചാൽ നല്ല കറക്റ്റായിട്ട് ഹെൽത്തി ആയിട്ട് ഡയറ്റ് കൊടുക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ പോവുക. ചിലപ്പം കുറച്ച് മാസം എടുത്തുനിന്ന് വരും, പക്ഷെ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും.